Hi students, നമുക്ക് R programming in the data input methods കുറച്ചും കൂടി ഉണ്ട്. We'll go into that right now. So, രണ്ട് മൂന്ന് methods നമ്മൾ already പഠിച്ചു. One was the combine function which helps us to store a number of data values into a വേരിയബിൾ. അത് കഴിഞ്ഞ് നമ്മളൊരു സീക്വൻസ് ഓഫ് വാല്യൂസിനെയാണ് ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കോളൻ ഓപ്പറേറ്റർ വിച്ച് ഇസ് എ സീക്വൻസ് ഓപ്പറേറ്റർ അതിനെപ്പറ്റി പഠിച്ചു. അതിനുശേഷം നമ്മൾ SCQ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഉപയോഗിച്ച് ഡേറ്റ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം റിപ്പീറ്റഡ് വാല്യൂസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ REP എന്ന ഫംഗ്ഷൻ, റെപ്പറ്റീഷൻ റിപ്പീറ്റഡ് വാല്യൂ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതായത് നമുക്കൊരു മെട്രിക്സിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ്. അതിൽ ആദ്യത്തേത് ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹെൽപ്സ് us to create matrices. അതിന്റെ ഇൻപുട്സ് ആയിട്ട് ആർഗ്യുമെന്റ്സ് ആയിട്ട് നമുക്ക് വേരിയബിൾസ് കൊടുക്കാം. ആ വേരിയബിൾസിൽ നമുക്ക് കുറച്ച് വാല്യൂസ് സ്റ്റോർ ചെയ്താൽ ആ സ്റ്റോർ ചെയ്ത വാല്യൂസ് ഉപയോഗിച്ച് നമുക്കൊരു മെട്രിക്സിനെ ഈ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് തരും. വിൽ ട്രൈ ആൻ എക്സാമ്പിൾ. നമ്മളുടെ ആർ കൺസോൾ, സ്റ്റുഡിയോ കൺസോൾ എടുത്തു ആൻഡ് വി ആർ ക്രിയേറ്റിംഗ് 2 വേരിയബിൾസ്. അപ്പോൾ ആദ്യത്തേത് എക്സ് ആണ്. എക്സിനകത്ത് ലെറ്റ് us store the values 1, 2, 3, 4, 5, 6. Okay, so x എന്ന് പറഞ്ഞ variable contains the values. It's a vector containing the value 1 to 6. I'll just run it. അത് കഴിഞ്ഞിട്ട് I'm creating another variable y. Y contains the values maybe 10, 11, 12, 13, 15, 16. Okay, so these are the two vectors that we have created, are x and y. Y കൂടെ റൺ ചെയ്യാം. So y is also created. ഇനി നമുക്ക് വേണ്ടുന്നത് the function. Just go back to the function and see. The name of the function is data.frame. Data.frame എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ആ രണ്ട് വേരിയബിൾസിനെ കൊടുക്കുകയാണ്. So data.frame ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഹെൽപ്പ് എല്ലാം അതിന്റെ സൈഡിൽ വരും. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. നമ്മൾ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് കൊടുക്കുന്നത്. ഡേറ്റ ഡോട്ട് ഫ്രെയിമിനകത്തോട്ട് നമ്മളുടെ രണ്ട് വേരിയബിൾസും കൊടുക്കുകയാണ്, എക്സ്, വൈ, ആൻഡ് വി ആർ റണ്ണിങ് ഇറ്റ് ആൻഡ് ലെറ്റ് us see what happens. അത് നമ്മളുടെ ഈ റൺ ബട്ടൺ യൂസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഏത് ലൈനാണോ നിങ്ങൾക്ക് റൺ ചെയ്യേണ്ടത് അതിന്റെ എൻഡിൽ കൊണ്ടുവന്ന് കർസർ വെച്ചിട്ട് ഇത് ക്ലിക്ക് ചെയ്താലും മതി. അത് മൊത്തം സെലക്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. നോക്കൂ, ഞാനത് ഇട്ട് എക്സാക്ട്ലി സെയിം ടൈമിൽ താഴെ അതിന്റെ വാല്യൂസ് വന്നുണ്ടോ, ഡേറ്റ ഡോട്ട് ഫ്രെയിം എക്സ് വൈ താഴെ റൺ ചെയ്തപ്പം ഇറ്റ് ക്രിയേറ്റഡ് വെക്ടർ, അല്ല സോറി മെട്രിക്സ്. എക്സും വൈയും ആണ് മെട്രിക്സിന്റെ പേര്, അല്ലെങ്കിൽ അതിന്റെ പിന്നെ കോളംസിന്റെ പേര്. എക്സിന്റെ വാല്യൂസ് എല്ലാം വന്നു, വൈയുടെ വാല്യൂസും വന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു മെട്രിക്സിന്റെ ഫോമിൽ ഡേറ്റയെ പ്രസന്റ് ചെയ്യാനായിട്ട് ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇനി അതിനകത്ത് ഡേറ്റ ഡോട്ട് ഈ മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ ഇസ് എ മെട്രിക്സ് ഫംഗ്ഷൻ. ഓക്കെ, ഡേറ്റ ഡോട്ട് ഫ്രെയിം ആക്ച്വലി ആ വേരിയബിൾസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി തരത്തേ ഉള്ളൂ. മെട്രിക്സ് ഫംഗ്ഷൻ നമുക്ക് അതിനേക്കാളൊക്കെ ഒത്തിരി അധികം ഓപ്ഷൻസ് തരും. അപ്പൊ മെട്രിക്സ് ഫംഗ്ഷനകത്തും നമുക്ക് ഡേറ്റ ഡോട്ട് ഫ്രെയിമിൽ ചെയ്തതുപോലെ തന്നെ വി ക്യാൻ ക്രിയേറ്റ് വേരിയബിൾസ്. എന്നിട്ട് ആ വേരിയബിൾസ് ഈ മെട്രിക്സ് ഡോട്ട് ഫംഗ്ഷനിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് പറ്റും, വി ക്യാൻ ക്രിയേറ്റ് ടേബിൾസ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ മെട്രിക്സ് ഓക്കെ, നമുക്ക് അതിനു മുന്നേ മെട്രിക്സ് ഫംഗ്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഈ ഡേറ്റ ഡോട്ട് ഫ്രെയിമിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെട്രിക്സിലെ അതിന്റെ കോളം നെയിംസോ അതിന്റെ റോ നെയിംസോ ഒക്കെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മളുടെ എക്സാമ്പിളിനകത്ത് നമ്മൾ എക്സും വൈയും വെച്ച് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തപ്പം എക്സ് വൈ എന്നാണ് അതിന്റെ കോളം നെയിംസ് ആയിട്ട് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ ഈ കോളം നെയിംസിനെ ചേഞ്ച് ചെയ്യാം. കോളം നെയിംസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൾ നെയിംസ്. ദാണ്ട് ഈ കിടക്കുന്ന കോൾ നെയിംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. കോൾ നെയിംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു change the column names of the matrix that we created. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. We'll go back to the program and
ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത മെട്രിക്സിനെ നമുക്ക് ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്യാം. സോ മെട്രിക്സ് 1 ഇരിക്കട്ടെ. മെട്രിക്സ് 1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡേറ്റ ഡോട്ട് ഫ്രെയിം XY. ഓക്കെ, അതൊന്ന് റൺ ചെയ്യാം. സോ ഇമ്മീഡിയറ്റ്ലി മെട്രിക്സ് 1 കണ്ടില്ലേ, ഇവിടെ നോക്കൂ മേലെ എൻവയൺമെന്റ് ടാബിനകത്ത് we can see that MAT1 is created. അപ്പോൾ ഞാൻ ഇവിടെ താഴെ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ മുകളിൽ തന്നെ MAT1 എന്ന് അടിച്ച് റൺ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. നോക്കൂ, XY എന്ന് പറയുന്ന 2 കോളം നെയിംസ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു മെട്രിക്സിന്റെ കോളം നെയിം XY എന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റുഡന്റ് നമ്പർ മാർക്ക് എന്നാക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് കോൾ നെയിംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, കോൾ നെയിംസ്. അപ്പൊ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പിന്നെ ഇവിടെ കോൾ നെയിംസ് ബ്രാക്കറ്റിനകത്ത് ഏതാണോ നമ്മളുടെ മെട്രിക്സ്, ഏത് മെട്രിക്സിലെ പേരാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ നെയിം കൊടുക്കണം. സോ mat1 ഈസ് ഈക്വൽ ടു 2 കോളംസ് ആണ്. അപ്പൊ ഏത് നെയിം ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആ ഒരു വെക്ടറിന്റെ ഫോമിൽ കൊടുക്കുക. അതായത് സി ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തേത് വേണ്ടുന്നത് അത് നമ്മൾ വെറുതെ കൊടുക്കാൻ പാടില്ല. വി ഹാവ് ടു ഗിവ് ഇറ്റ് വിത്തിൻ കോഡ്സ്. ഡബിൾ കോട്ടിനകത്താണ് എപ്പോഴും നമ്മൾക്ക് ഇതേപോലെ നെയിംസോ അങ്ങനെ എന്തെങ്കിലും, അതായത് ജസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം അതിനെ അനലൈസ് ചെയ്യാതെ ജസ്റ്റ് നെയിമിന് വേണ്ടിയിട്ട്, നെയിം ആയിട്ടൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ പ്രോഗ്രാമിംഗിന് പ്രൊവൈഡ് ചെയ്യുന്നത് കോഡ്സ് ഇട്ടിട്ടാണ്, ഡബിൾ കോഡ്സ് ഇട്ടിട്ട്. അപ്പോൾ വാട്ട് എവർ നെയിം ദാറ്റ് യു ഹാവ് ടു ഗീവ് ദ കോളംസ് അത് ഡബിൾ കോഡ്സിനകത്ത് ആദ്യത്തേത് സ്റ്റുഡന്റ് നമ്പർ, അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ഒരു പ്രാവശ്യം നമ്മൾ കോട്ട് ഇട്ടാൽ അതിന്റെ എൻ കോട്ട് ഓട്ടോമാറ്റിക്കലി വരും. അടുത്തത് മാർക്ക്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം നമ്മളുടെ ഈ പുതിയ മെട്രിക്സ് mat1 എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കോളം നെയിംസ് ഇങ്ങനെ മാറ്റാം. ഇപ്പൊ അത് റണ്ണായി. ഇനി ഒരു പ്രാവശ്യം കൂടെ ആ mat1നെ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ വിൽ ഗെറ്റ് ദ ന്യൂ മെട്രിക്സ്. കണ്ടോ, താഴെ നോക്കൂ, ആ ഒരു നമ്മുടെ കൺസോളിനകത്ത്, റിസൾട്ടിന്റെ കൺസോളിനകത്ത് യു ക്യാൻ സി എ ന്യൂ മെട്രിക്സ്. അതിന്റെ ഫസ്റ്റ് കോളം നെയിം സ്റ്റുഡന്റ് നമ്പർ ആണ്, സെക്കൻഡ് കോളം നെയിം മാർക്ക് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡേറ്റ പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാനും ആ മെട്രിക്സിന്റെ കോളം നെയിംസ് മാറ്റാനും ഒക്കെ ഈ ഫങ്ഷൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ റോ നെയിംസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട്. റോ നെയിംസ് യൂസ് ചെയ്താൽ നമുക്ക് നമ്മുടെ റോസിന്റെ പേര് മാറ്റാൻ പറ്റും. അപ്പൊ വി ക്യാൻ ട്രൈ mat1 ഈസ് ഈക്വൽ ടു, അപ്പൊ റോസ് എത്ര എണ്ണം ഉണ്ട് നമ്മളുടെ മെട്രിക്സിനകത്ത്? വി ആർ ഹാവിംഗ് 1 2 3 4 5 6 റോസ്. അപ്പം 6 നെയിംസ് നമ്മൾ കോഡ്സിനകത്ത് കൊടുക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വി വിൽ ഗീവ് പിന്നെ എന്താണ് കൊടുക്കുക റോ നെയിംസ് ആയിട്ട്? എ, അടുത്തത് ബി, അടുത്തത് സി, ഡി, ഇ, എഫ്. റോ നെയിംസ്. അതിനെ റൺ ചെയ്യാം. ഇനി ഒന്നും കൂടെ ആ മെട്രിക്സിനെ കാണാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു സ്ഥലത്ത് mat1 എഴുതിയതുകൊണ്ട് ആ സ്ഥലത്ത് തന്നെ പോയി കർസർ കൊണ്ടുവച്ച ശേഷം റൺ ചെയ്താൽ മതി. യു ക്യാൻ സി, നോക്കൂ, നമ്മുടെ റോ നെയിംസ് എല്ലാം മാറി ABCDEF ആയിട്ടുണ്ട്. സോ ഡേറ്റ ഡോട്ട് ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹെൽപ്സ് us ടു ക്രിയേറ്റ് എ മെട്രിക്സ്. ആ മെട്രിക്സിന്റെ കോളം നെയിംസും റോ നെയിംസും ഒക്കെ നമുക്ക് കോൾ നെയിംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടും റോ നെയിംസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടും ഒക്കെ മാറ്റാൻ പറ്റും. അതാണ് എന്താ പറയാ നമ്മളുടെ ഡേറ്റ ഫ്രെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അടുത്തത് നമ്മൾ again we are again going to create a matrix using the matrix function. okay, matrix എന്ന് പറഞ്ഞ ഫംഗ്ഷനും നമ്മളെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. let us see what we can do. matrix function, matrix അതാണ് അടുത്ത ഫംഗ്ഷൻ. so we'll just try the matrix function now. matrix, മെട്രിക്സ് ഫംഗ്ഷനകത്ത് നമുക്ക്
ഒരു സെറ്റ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ട്, ഇപ്പൊ സപ്പോസ് എൻ്റെ കയ്യിൽ 10 വാല്യൂസ് ഉണ്ട്. ആ 10 വാല്യൂസിനെ എനിക്ക് 5 റോസും 2 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അതിനായിട്ട് നമ്മൾ ആദ്യം സി ഫംഗ്ഷൻ യൂസ് ചെയ്ത് ആ വാല്യൂസ് എല്ലാം കൊടുക്കണം കോമ ഇട്ട്. Okay, so I've given the numbers, all the numbers that I want in the matrix. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് n റോസ് എന്ന് പറയുന്ന അതിന്റെ ഒരു ആർഗ്യുമെന്റ് ആണ്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അടിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് താഴെയുള്ള ഹെൽപ്പ് ടാബിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ നമ്മുടെ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ അവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ എനിക്കിപ്പം മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ് അതിനകത്ത് കൊടുക്കാനുള്ളത് എന്നറിയണമെങ്കിൽ ദേ കണ്ടില്ലേ, ഈ മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചു കഴിയുമ്പോൾ ആ ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ്, ഒരു ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മളുടെ ഡേറ്റ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എത്ര റോസ് ആയിട്ടും എത്ര കോളംസ് ആയിട്ടുമാണ് അതിനെ അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് 2 റോസും, അതിന് n റോ എന്നാണ് ആ ഫംഗ്ഷന്റെ അതിന്റെ പേര്. സോ ആ ഒരു ടേമിന്റെ പേര്. സോ n റോ ഈക്വൽ ടു 2. എനിക്ക് 2 റോസ് ആയിട്ടും n കോളം, ശരിക്കും കോളം സ്പെസിഫൈ ചെയ്യണമെന്നില്ല. 10 നമ്പേഴ്സിനെ 2 റോസ് ആക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 5 വെച്ചിട്ട് എടുക്കും. എന്നാലും നമുക്ക് n കോളം കൊടുക്കാം. n കോൾ ആണ് ആ കീവേഡ്. n കോൾ ഈക്വൽ ടു 5. ഓക്കെ, എന്നിട്ട് നമുക്കിനി ഒരു കാര്യം കൂടെ കൊടുക്കാം. ബൈ റോ എന്ന് പറയുന്ന BYROW എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ബൈ റോ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 മൊത്തം ഒന്നാമത്തെ റോ, അത് കഴിഞ്ഞിട്ട് 6 7 8 9 10 അങ്ങനെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ബൈ റോ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കണം. ബൈ ROW ഈക്വൽ ടു, നമ്മൾ ഫോൾസും ട്രൂവും കൊടുക്കുമ്പോൾ കമ്പൽസറി ആയിട്ട് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലേ കൊടുക്കാവൂ. ഓക്കെ, ബൈ റോ ഈക്വൽ ടു ട്രൂ. നമുക്ക് ഈ ഒരു ലൈൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് താഴോട്ട് നോക്കൂ. ഇമ്മീഡിയറ്റ്ലി ആ മെട്രിക്സ് നമ്മുടെ റിസൾട്ട് കൺസോളിൽ വന്നു കഴിഞ്ഞു. നോക്ക് എന്താ ചെയ്തേക്കുന്നത്. ബൈ റോ ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തത് കൊണ്ട് 1 2 3 4 5 ഒരു റോയിൽ ആദ്യത്തെ റോ കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി നമ്പേഴ്സ് കൊണ്ട് രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു. സപ്പോസ് ഞാൻ അതിനെ ഫോൾസ് എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കൂ. കണ്ടോ, അത് ഇമ്മീഡിയറ്റ്ലി പറയുന്നുണ്ടോ, സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്താൽ അതിന് മനസ്സിലാവില്ല. സോ ഫോൾസ് എന്ന് കൊടുത്തിട്ട് റൺ ചെയ്തേ, എന്തു പറ്റി, 1 2 ഫോൾസ് കൊടുത്താൽ അതിന്റെ അർത്ഥം കോളംസ് ആയിട്ടാണ് നമ്പറിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് 1 താഴെ 2, പിന്നെ 3, പിന്നെ താഴെ 4, പിന്നെ 5, പിന്നെ 6, താഴെ 6, 7, താഴെ 8, ഈ രീതിയിൽ ആ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തു. അപ്പൊ മെട്രിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളുടെ കയ്യിൽ ഒരു കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഫോമിലെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി നമുക്ക് തരും. അതായത് ആ രീതിയിൽ ഡേറ്റയെ പ്രസന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഈ 10 നമ്പേഴ്സിനെ എനിക്ക് 4 അങ്ങനെ 10 നമ്പേഴ്സിന് 4 റോയും പിന്നെ 3 കോളവും ആയിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്പേഴ്സ് കൊടുക്കണം. സപ്പോസ് ഞാൻ 11 12 എന്നും കൂടെ കൊടുത്തു. എന്നിട്ട് n റോ ഈക്വൽ ടു 4, n കോളം ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്താൽ യു വിൽ ഗെറ്റ് അനദർ തിങ്. കണ്ടോ, ഇമ്മീഡിയറ്റ്ലി മെട്രിക്സിന്റെ ഫോം മാറി. നമുക്ക് 3 കോളംസും 4 റോസും ഉള്ള ഒരു മെട്രിക്സ് കിട്ടി. സോ ദാറ്റ് ഈസ് യുവർ മെട്രിക്സ് ഫംഗ്ഷൻ. മെട്രിക്സിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്ത് ഡേറ്റയാണെങ്കിലും അതിനെ ആ ഫംഗ്ഷൻ ഒരു മെട്രിക്സിന്റെ ഫോമിൽ എഴുതാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള. എഗെയിൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഈ നമ്മള് മെട്രിക്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് അതിനെ വെറുതെ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മളിപ്പോ തൊട്ട് മുന്നേ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്ത മെട്രിക്സിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. MAT2 എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. അങ്ങനെ സ്റ്റോർ ചെയ്ത ശേഷം നമുക്ക് അതിന്റെ നെയിമും കോളം നെയിമും റോ നെയിമും എല്ലാം ഇതെങ്ങനെയാണോ ഇവിടെ നമ്മൾ ചെയ്തത് അതേപോലെ നമുക്ക് മാറ്റാം. അപ്പൊ സപ്പോസ് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ആ സെയിം കോളം നെയിം ഇവിടെ MAT2 കോളം നെയിം ഓഫ് MAT2 എന്ന് പറയുന്നത് സ്റ്റുഡന്റ് നമ്പർ മാർക്ക്, സ്റ്റുഡന്റ് നമ്പർ. അപ്പോൾ അവിടെ 3 കോളംസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കൂടെ കൊടുക്കണം. എന്താ പറയാ, സ്റ്റുഡന്റ് നമ്പർ മാർക്ക് 1 മാർക്ക് 2 എന്നാണെന്നിരിക്കട്ടെ. മാർക്ക് 1,
മാർക്ക് 2. അങ്ങനെയാണെങ്കിൽ അതിനെ റൺ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കോളംസ്, എന്നിട്ട് ഒന്നും കൂടി നമ്മുടെ മാറ്റ് 2നെ ഒന്ന് എഴുതി കാണിക്കാൻ ചോദിച്ചാൽ മതി. മാറ്റ് 2നെ ഒന്ന് റൺ ചെയ്താൽ കണ്ടോ, നമ്മളുടെ സെയിം മെട്രിക്സിനകത്ത് യു ഗോട്ട് ദ കോളം നെയിംസ്. സോ ഇത് ഡേറ്റ പ്രസന്റേഷന് നമുക്കിപ്പോൾ ഒരു ടേബിൾ ആയിട്ടൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനിയും നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇപ്പം സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ട്. ആ ഫ്രീക്വൻസി ടേബിൾ ഒരു ക്ലാസും ഫ്രീക്വൻസിയും കൂടെ ഉള്ളൊരു ടേബിളാണ്. നമുക്ക് അതിനെ വെച്ചിട്ട് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ ഒരു ഡേറ്റ് അല്ലെങ്കിൽ പോട്ടെ അൺഗ്രൂപ്പ് ഫ്രീക്വൻസി ടേബിളാണ്. ആദ്യത്തെ ഒബ്സർവേഷൻ കോളം എന്ന് പറയുന്നത് 10, 20, 30, 40, 50, 60, 70, 80 അങ്ങനെയാണ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. നമുക്ക് ആ ഡേറ്റയെ ഒരു ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡേറ്റയെ ആദ്യം എന്താണോ നമ്മളുടെ ഈ 2 കോളംലെയും ഡേറ്റ, അതിനെ നമ്മൾ വേരിയബിളിലോട്ട് സേവ് ചെയ്യണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എഗെയിൻ എക്സ് എന്ന് തന്നെ വേരിയബിൾ എടുക്കാം. അപ്പൊ എക്സ് എന്ന് പറയുന്നതിനകത്ത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ എന്താണ്? 10 to 80 ആണ്. 10, 20, 30, 40, 60, 70 എന്ന് പറയുന്ന സത്യത്തിൽ ഒരു സീക്വൻസിൽ പോകുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പൊ അത് നമുക്ക് വെറുതെ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സീക്വൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ നീഡ് ഫോർ അസ് ടു ടൈപ്പ് ദോസ് വാല്യൂസ്. എങ്ങനെയായിരുന്നു നമ്മൾ ആ സീക്വൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? SEQ ഇട്ടിട്ട് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഇട്ടിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ് എന്നും കൂടെ പറയണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സിനകത്തോട്ട് SEQ സീക്വൻസ് നമ്പേഴ്സ് ആണ് ഇടുന്നത്. എവിടുന്ന് എവിടം വരെയാണ്? 10 മുതൽ 80 വരെ അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ഇട്ടു, കോമ ബൈ ഈക്വൽ ടു 10. 10ന്റെ ഡിഫറൻസ് ഉള്ള നമ്പേഴ്സ് ആണ് വേണ്ടത്. അതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ വേരിയബിൾ. അപ്പോൾ ഞാൻ ആ എക്സിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി വൈ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഒരിക്കലും സീക്വൻസിൽ വരില്ല, അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് അപ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 10, 20, 30, 40, 50, 60, 70, 80 8 ഒബ്സർവേഷൻസ് ഉണ്ട്. ആ 8 ഒബ്സർവേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി വാല്യൂസ് കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് വാല്യൂ കൊടുക്കുന്നതും സി ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊടുക്കണം. സോ 1, 2, 2, 3, 4, 8, 5, 1, 3 എത്ര എണ്ണമായി? 1, 2, 3, 4 ഇത്രയും വേണ്ട, ഒരെണ്ണം. അപ്പൊ ഞാൻ y എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ വേരിയബിളിനെയും ക്രിയേറ്റ് ചെയ്തു. y എന്ന് പറയുന്നത് C of 1, 2, 2, 3, 4, 8, 5, 1. Again I am running that so that y is created. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ 2 വേരിയബിൾസ് ഉപയോഗിച്ചൊരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചു. ഒന്നിൽ നമുക്ക് ഡേറ്റ ഫ്രെയിം XY എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇവിടെ കൊണ്ടത് അടിച്ചാൽ യു വിൽ ഗെറ്റ് എ മെട്രിക്സ്. നോക്കൂ ആ മെട്രിക്സ് എങ്ങനെ വരുമെന്ന് കണ്ടോ. എക്സിന്റെ വാല്യൂസ് 10, 20, 30, 40 up to 80 ആൻഡ് വൈയുടെ വാല്യൂസ് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ് എന്തോ അത്. സോ ഈ രീതിയിൽ നമ്മളുടെ ഡേറ്റയെ നമുക്ക് ടേബിൾ ഫോമിൽ ആറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്യാവശ്യം ആർ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യാനുള്ള കുറേ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. സോ ദാറ്റ് വിൽ ബി ഇനഫ് ഫോർ അസ് ടു ഇൻപുട്ട് ദ ഡേറ്റ ഫോർ ആർ ഡേറ്റ അനാലിസിസ്. ഓക്കെ, നമ്മളുടെ പ്രസന്റേഷന് വേണ്ടിയിട്ട് കോളം നെയിംസും റോ നെയിംസും ചേഞ്ച് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താ പറയാ ബേസിക് ആയിട്ട് ഡേറ്റ ഇൻപുട്ടിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനിയും നമ്മളുടെ ആർ ഫംഗ്ഷനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ട് ഇഷ്ടം പോലെ ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ എക്സാമ്പിൾസിൽ പലതും പഠിച്ചു. അതായത് മീൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, മീഡിയൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, വേരിയൻസ് കണ്ടുപിടിക്കാൻ വാർ ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് പിന്നെ എന്താ ഒരു വേരിയബിളിനകത്ത് അല്ലെ ഒരു വെക്റ്റർ അതിനകത്ത് എത്ര നമ്പേഴ്സ് ആണ് സ്റ്റോർ ചെയ്തതെന്ന് അറിയാൻ ലെങ്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഒരു വെക്റ്ററിനകത്തെ മാക്സിമം നമ്പർ ഏതാണെന്ന് അറിയാൻ മാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. മിനിമം നമ്പർ അറിയാൻ മിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ അധികം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എക്സലിലുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം.
സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു എക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ് എന്താന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. എക്സ് എന്ന് അടിച്ച് റൺ ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട് എക്സ് ഇസ്. നോക്കൂ, എക്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ്. അതിനകത്തെ വാല്യൂസ് 10 മുതൽ 80 വരെയാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സിന്റെ ലെങ്ത് എന്താ നോക്കാം. ലെങ്ത് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എക്സ്. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബിൽഡ് ഇൻ ഫംഗ്ഷൻ ഈസ് ലെങ്ത് ഓഫ് എക്സ്. ഒന്നാമത്തേത് ലെങ്ത് ഓഫ് എക്സ്. ലെറ്റ് us try that. So I am going to write length ബ്രാക്കറ്റിനകത്ത് എക്സ്. നമ്മൾ വെറുതെ ലെങ്ത് ഓഫ് എക്സ് എന്ന് അടിച്ച് റൺ ചെയ്താൽ എന്താണോ എക്സിന്റെ ലെങ്ത്, അതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മളുടെ റിസൾട്ട് കൺസോളിൽ എഴുതി കാണിക്കും. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നീട് ഈ വാല്യൂ എവിടെയെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെങ്ത് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. പിന്നീട് എവിടെയെങ്കിലും നമുക്കത് ആവശ്യം വരും എന്നാണെങ്കിൽ. തൽക്കാലം നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ലെങ്ത് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് റൺ ചെയ്യാണ്. ആൻഡ് യു ക്യാൻ സീ ദി ആൻസർ ഹിയർ. See, length of x is given as 8. 8 observations അല്ലേ എക്സിനകത്തുള്ളത്, എക്സ് എന്ന് പറഞ്ഞ വെക്ടറിലുള്ളത്. ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ഷോയിങ് 8. ഇനി നമുക്ക് മാക്സ് നോക്കാം. മാക്സ് ഓഫ് എക്സ്. മാക്സ് എന്താണ് തരുന്നത്? ദ മാക്സിമം വാല്യൂ ഇൻ എക്സ്. നോക്കൂ, എക്സിനകത്തെ മാക്സിമം വാല്യൂ 80 ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. മാക്സ് ഓഫ് എക്സ്. അടുത്ത നമുക്ക് മിൻ ഓഫ് എക്സ് നോക്കാം. മിൻ ഓഫ് എക്സ് മീൻസ് മിനിമം ഓഫ് എക്സ്. നമുക്ക് വേണമെങ്കിൽ, അതായത് പ്രോഗ്രാമിൽ സേവ് ചെയ്യാതെ വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളുടെ സോഴ്സ് കൺസോളിനകത്ത് പിന്നെ ടാബിൽ ഇടണം എന്നില്ല. നമ്മുടെ റിസൾട്ട് സ്ഥലത്ത് തന്നെ മിൻ ഓഫ് എക്സ് എന്ന് അടിച്ച് റൺ ചെയ്താൽ അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അതിനകത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പിന്നെ നമുക്ക് എക്സിലെ വാല്യൂസിന്റെ എല്ലാം മീൻ കണ്ടുപിടിക്കണമെങ്കിൽ മീൻ ഓഫ് എക്സ് എന്നിടാം. മീൻ ഓഫ് എക്സ് റൺ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആവറേജ് 45 ആണ്. മീഡിയൻ ഓഫ് എക്സ് എന്നിട്ടാൽ യു വിൽ ഗെറ്റ് ദ ആവറേജ് ഓഫ് മീഡിയൻ ഓഫ് ദാറ്റ്. മീഡിയന്റെ വാല്യൂ അഗെയിൻ 45 ആണ്. മോഡ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് മോഡിന്റെ വാല്യൂസ് കിട്ടും, വിച്ച് ഇസ് മോഡിന്റെ കേസിൽ അഗെയിൻ ആ പ്രോബ്ലം ഉണ്ട്. ഇവിടെ എല്ലാ നമ്പേഴ്സും ഈക്വൽ നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ് ആയതുകൊണ്ട് എല്ലാം മോഡാണ്. അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് മോഡ് ഇവിടെ ഫെയിലായി. നമുക്ക് വേരിയൻസ് നോക്കാം. വേരിയൻസ് ഓഫ് എക്സ്. എക്സിലെ വാല്യൂസിന്റെ വേരിയൻസ്. സോ ഇറ്റ് ഇസ് 600. പിന്നെന്തായിരുന്നു? റേഞ്ച് ഉണ്ട്. റേഞ്ച് ഓഫ് എക്സ്. റേഞ്ച് ഓഫ് എക്സ് ഗിവ്സ് അതിന്റെ മിനിമം മാക്സിമം തമ്മിലുള്ള ഡിഫറൻസ് തരും. ഡിഫറൻസ് ഇല്ല, രണ്ട് നമ്പേഴ്സും നമുക്ക് തന്നു, 10 തന്നു, 18 തന്നു. വി ക്യാൻ ഫൈൻഡ് ദ ഡിഫറൻസ് ഇഫ് യു വാണ്ട് ഫ്രം ദോസ് വാല്യൂസ്. അങ്ങനെ കുറെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഹെൽപ്സ് us ടു കാൽക്കുലേറ്റ് ദ മീൻ ഓഫ്, അല്ലെങ്കിൽ മീൻ, മീഡിയൻ, മോഡ് എക്സെട്ര ഓഫ് റോ ഡേറ്റ. ആ റോ ഡേറ്റ എന്താണോ അതിനെ നമുക്കൊരു സി ഫംഗ്ഷൻ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ സീക്വൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചോ കോളൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചോ ഒക്കെ ഒരു വേരിയബിളിലോട്ട് സേവ് ചെയ്താൽ ആ വേരിയബിൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ആ ഡേറ്റയുടെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ദോസ് ആർ സം ഓഫ് ദ ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഇൻ ആർ. ഓക്കെ, അപ്പൊ അത്രയും വെച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ നിർത്താം. ആഫ്റ്റർ ദിസ് വിൽ ഗോ ഇൻ ടു പ്ലോട്ടിംഗ് ഗ്രാഫിക്സ് ഇൻ ആർ. So that's all for now. Thank you.